71ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കായി കരിനാഗങ്ങൾ നാളെ പോരിനിറങ്ങുമ്പോൾ 50ലേറെ വർഷത്തെ അനുഭവമായി ഒരാൾ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ ഉണ്ടാകും. അത് മറ്റാരുമല്ല, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ ഷൗക്കത്താണ്. ആലപ്പുഴയുടെ ഷൗക്കത്തിക്കയുടെ വള്ളം കളി ഓർമ്മകൾ ഒന്ന് കേട്ടുവരാം. വർഷങ്ങൾ പിന്നിടുന്ന നെഹ്റു ട്രോഫി റിപ്പോർട്ടിംഗിലെ പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോൾ ഷൗക്കത്ത് വാചാലനാകും. ആദ്യത്തെ റിപ്പോർട്ടിംഗ് 1972 72 ആണ് ഞാൻ പത്രപ്രവർത്തന റിപ്പോർട്ടിംഗ് രീതിയിൽ വരുന്നത്. അതിനു മുമ്പ് രംഗത്തുണ്ടെങ്കിലും ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടറായി നിയോഗിതനായിട്ട് വരുന്നത് അപ്പോഴാണ്. അത് അന്നേരം ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് ആലപ്പുഴയുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. മാധ്യമപ്രവർത്തകരാണ് നെഹ്റു ട്രോഫിക്ക് അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യം നേടിക്കൊടുത്തതെന്ന് ഈ 74-കാരൻ അഭിമാനത്തോടെ പറയും. 54 വർഷത്തിനിടയ്ക്ക് ദുഃഖത്തിന്റെ ഓർമ്മകളുമുണ്ട്. അന്ന് ഈ നെഹ്റു ട്രോഫി വിജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ച വള്ളത്തോടൊപ്പം തന്നെ കാണികളെല്ലാം കുറേ വരികയാണ്. വള്ളംകളി കഴിഞ്ഞാൽ 2 ദിവസം അതിൻ്റെ ആളുകൾ ഈ ബോട്ട് ജെട്ടിയിൽ തമ്പടിച്ചിരിക്കുമായിരുന്നു. ഇന്നത്തെ വള്ളംകളി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ വരെയെങ്കിലും ഈ വരുന്നവർ അവിടെ ഉണ്ടാകും. എല്ലാവരും ബോട്ട് മാർഗം അന്വേഷിച്ച് സ്പെഷ്യലായിട്ട് ബോട്ട് വിടുകയാണ്. നിറഞ്ഞു തുളുമ്പിയാണ് ബോട്ട് പോകുന്നത്. ഗീത, കേരളധ്വനി, കേരളഭൂഷണം തുടങ്ങിയ പത്രങ്ങളിൽ നിന്നായിരുന്നു തുടക്കം. വള്ളംകളി റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ഗീത എന്ന പത്രത്തിനു വേണ്ടിയാണ്. വാട്സാപ്പിൽ വളരെ വേഗത്തിൽ വാർത്തകൾ നൽകാൻ കഴിയുന്ന ഈ കാലത്ത് പണ്ടത്തെ ശ്രമകരമായ വാർത്താ റിപ്പോർട്ടിംഗ് അനുഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ. ആദ്യ വള്ളംകളി കാലഘട്ടത്തിലാണ് ഒരു 2 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത്. ബോട്ടിൻ്റെ പുറത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്നവർ വീണ് മരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നെയും അവിടെ മരണം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഈ പാലത്തറ കുടുംബത്തിലുള്ള 2 പേര് മരിച്ചിട്ടുണ്ട്. 71ാമത് നെഹ്റു ട്രോഫിയിലും ഷൗക്കത്ത് പുന്നമടയുടെ ഓളത്തിനെ പേപ്പറിലാക്കാൻ സജീവമായുണ്ട്. പത്രത്താളുകളിൽ കേവലം വാർത്ത മാത്രമല്ല, തലമുറകളുടെ ഓർമ്മകൾ കൂടെ രചിക്കുകയാണ് ആലപ്പുഴയുടെ സ്വന്തം ഷൗക്കത്തിക്ക. ന്യൂസ് മലയാളം, ആലപ്പുഴ.